എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം മനുഷ്യച്ചങ്ങലകൾ കണ്ടിട്ടുണ്ട്. 80കൾ മുതലുള്ള മനുഷ്യച്ചങ്ങലകൾ കാണാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നലെ അത് പൊളിഞ്ഞു പാളീസായില്ലേ. പല സ്ഥലത്തും ഡിവൈഎഫ്ഐക്കാർ നടത്തിയ മനുഷ്യച്ചങ്ങല ഒരു നനഞ്ഞ പടകമായി. ഞാൻ അവരോട് ചോദിക്കുന്നത് ഇനിയും വേണോ സാറേ ഈ മനുഷ്യച്ചങ്ങല എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയധികം സാമ്പത്തിക സഹായം കിട്ടിയ ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഇത്തവണ മത്സരം UDFും BJPയും തമ്മിലായിരിക്കും. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്തവരാണ് ഈ പറയുന്നത്. പ്രധാനമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രി കൈ കൊടുക്കുന്നതൊക്കെ ഒരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഈ മാസപ്പടി വിവാദത്തിൽ കേന്ദ്രമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ഗൂഢാലോചന നടത്തിയ ആളാണ് VD സതീശൻ. പിണറായി വിജയനും മകളും വാങ്ങിയ പോലെ തന്നെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ അല്ല ആരായാലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ 2 വട്ടം സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും BJP തുടങ്ങി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏത് തരത്തിൽ BJPക്ക് സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കൂട്ടുന്നത്? പ്രധാനമന്ത്രിയുടെ സ്വീകാര്യതയും വിശ്വാസ്യതയും അംഗീകാരവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള എല്ലാ അഭിപ്രായ സർവേകളിലും കേരളത്തിൽ പ്രധാനമന്ത്രിജിക്ക് ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള നേതാവായിട്ട് ശ്രീ നരേന്ദ്രമോദിജി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിനെ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ സ്വഭാവം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ 4 സന്ദർശനങ്ങളും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരുന്നത്. ഒന്ന്, യുവാക്കളുമായിട്ട് അദ്ദേഹം സംവദിക്കാൻ തീരുമാനിച്ചു, എറണാകുളത്തെ യുവം പരിപാടി. അതിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള ആയിരക്കണക്കിന് യുവാക്കൾ വന്നു. ഒരു BJP ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത യുവാക്കളുടെ വലിയൊരു സംഘം വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തൃശൂരിലെ മഹിളാ സംഗമത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അഫിലിയേഷൻ ഇല്ലാത്ത ധാരാളം സ്ത്രീകൾ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും, 10,000കണക്കിന് സ്ത്രീകൾ, സംരംഭകരായിട്ടുള്ളവര്, സ്ത്രീ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ വലിയൊരു നിർബന്ധമില്ലാതെ ആൾക്കാർ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ആളുകൾ വരാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഞങ്ങൾ ഒരു സമ്മർദ്ദവും ഒരു രാഷ്ട്രീയ ഇടപെടലും നടത്താതെ തന്നെ സ്ത്രീ സമൂഹത്തിന്റെ വലിയൊരു പിന്തുണ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ യാത്രയും കേരളത്തെ സംബന്ധിച്ച്. ഇപ്പോൾ 2 റോഡ് ഷോ കൊച്ചിയിൽ നടന്നു. ആ 2 റോഡ് ഷോയിലും നല്ലൊരു ശതമാനം ആൾക്കാർ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ റോഡ് ഷോയിലും ഞങ്ങളുടെ പ്രവർത്തകരെക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം വലിയൊരു വിഭാഗം പൊതുസമൂഹം വന്നിട്ടുണ്ട്. ഗുരുവായൂരിലും തൃപ്രയാറിലും അദ്ദേഹം നടത്തിയിട്ടുള്ള സന്ദർശനങ്ങൾ, തൃപ്രയാറിലെ ക്ഷേത്ര സന്ദർശനം കേരളത്തിലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ വലിയൊരു തരത്തിലുള്ള ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ സ്വീകാര്യത. എല്ലാവരും വികസനത്തിന് വേണ്ടി. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എല്ലാ സമയത്തും ഒരു 4,000, 5,000, 6,000 കോടി രൂപയുടെ പ്രോജക്ടിന്റെ ഇനോഗ്രേഷനാണ്. തറക്കല്ലിടലല്ല, ഉദ്ഘാടനമാണ്. അതൊരു വലിയ മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇനിയും അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ധാരാളം വികസന കാര്യങ്ങളെക്കുറിച്ചുകൂടിയുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹം എപ്പോഴും ആരാഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരു തീമിന് കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസ്യത വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത്തരം വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന ആക്ഷേപം മറുഭാഗത്ത് പ്രതിപക്ഷവും ഇടതുമുന്നണിയും സർക്കാരും ഒരുപോലെ കൈകോർത്താണ് ആരോപണം ഉന്നയിക്കുന്നത്. സമരത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിലൊരു കാര്യം, ഞാനിപ്പോൾ ഇന്നലെ അവരുടെ എന്തോ മനുഷ്യച്ചങ്ങല ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം മനുഷ്യച്ചങ്ങലകൾ കണ്ടിട്ടുണ്ട്. 80കൾ മുതലുള്ള മനുഷ്യച്ചങ്ങലകൾ കാണാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നലെ അത് പൊളിഞ്ഞു പാളീസായില്ലേ. അതായത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ഒരു ക്യാമ്പയിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളത് കാണിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാർ ആദ്യം 50 ലക്ഷം പേര് വരുമെന്ന് പറഞ്ഞു, പിന്നെ 10 ലക്ഷം പേര് വരുമെന്ന് പറഞ്ഞു. അതിലാകെ എത്ര പേരാണ് വന്നിരിക്കുന്നത്? പല സ്ഥലത്തും ഡിവൈഎഫ്ഐക്കാർ നടത്തിയ മനുഷ്യച്ചങ്ങല ഒരു നനഞ്ഞ പടകമായി. ഇപ്പൊ അവര് പറഞ്ഞത് ഇനിയും വേണോ കേന്ദ്ര അവഗണന എന്നാണ് അവരുടെ ടാഗ് ലൈൻ. ഞാൻ അവരോട് ചോദിക്കുന്നത് ഇനിയും വേണോ സാറേ ഈ മനുഷ്യച്ചങ്ങല എന്നാണ് ചോദിക്കുന്നത്. അത്രയും ഒരു ഓക്വേർഡ് പരിപാടിയായിട്ടാണ് അത് മാറിയത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് ഈ പറയുന്നവർ പോലും വിശ്വസിക്കുന്നില്ല, പൊതുജനം ഒട്ടും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ VD സതീശനോടും ചെന്നിത്തലയോടും ഒക്കെ വ്യക്തിപരമായിട്ട് ചോദിച്ചു നോക്ക്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയധികം സാമ്പത്തിക സഹായം കിട്ടിയ ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. നിങ്ങൾ GST കോമ്പൻസേഷൻ,
പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്ര ലക്ഷം കോടി രൂപയാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. UPA ഗവൺമെന്റിന്റെ കാലത്ത് കിട്ടിയതിന്റെ ഒരു 10 ഇരട്ടി ടാക്സ് ഷെയറും കിട്ടിയിട്ടുണ്ട്, പദ്ധതികളും കിട്ടിയിട്ടുണ്ട് കേരളത്തിന്. ഇപ്പൊ ഈ എല്ലാ റോഡ് എല്ലാം നിങ്ങൾ നോക്കിയോ, എല്ലാ പദ്ധതികളും കൂടെ എടുത്തു. ബജറ്റിലെ നീക്കിയിരിപ്പ് മാത്രമല്ല, വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു തുകയുടെ നീക്കിയിരിപ്പിലും കേരളത്തിൽ സർവ്വകാല റെക്കോർഡാണ്. അതുകൊണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. അത് ഇവിടെ ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ചെലവാകാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഈ പ്രാഥമിക പ്രവർത്തനങ്ങൾ അങ്ങയുടെ നേതൃത്വത്തിൽ മുന്നേറിയെന്നറിയാം. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ മുന്നേറുമ്പോൾ 20 സീറ്റുകളിൽ എത്ര സീറ്റിൽ ബിജെപിക്ക് വിജയപ്രതീക്ഷയുണ്ട്? എ ക്ലാസ് മണ്ഡലങ്ങൾ 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്രമന്ത്രിമാരടക്കം പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തിന്റെ ചുമതലകൾ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് 5 മണ്ഡലങ്ങളിൽ ബിജെപിക്ക് സംസ്ഥാനത്ത് വിജയം ഉറപ്പെന്നാണ്. കാര്യം ഞാൻ പറയാം, ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അല്ല ആര് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എ ക്ലാസ് മണ്ഡലങ്ങളില്ല. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാണ്, പാർട്ടി സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എ ക്ലാസ് ബി ക്ലാസ് മണ്ഡലങ്ങളില്ല. 6 സ്ഥലത്ത് ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. ഞങ്ങൾ എല്ലാ 20 മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം നടത്താനാണ് തീരുമാനിച്ചത്. നിങ്ങൾ നോക്കിക്കോ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഇത്തവണ മത്സരം UDFും BJPയും തമ്മിലായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷം വോട്ടേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ ജനമനസ്സ് മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ എന്ത് യോഗ്യതയാണ് CPI സ്ഥാനാർത്ഥിക്കുള്ളത്? അവർ 2 IND മുന്നണിയുടെ ഭാഗമല്ലേ? ശരിയായ ഒരു ബദൽ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. 5 സീറ്റ് 6 സീറ്റ് എ ക്ലാസ് മണ്ഡലം ഇതൊക്കെ ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. അങ്ങനെ ഒരു ചിന്തയെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലില്ല. ഞങ്ങൾ ആരും അത് അംഗീകരിക്കുന്ന കാര്യമല്ല. സ്ഥാനാർത്ഥികളെ ഇത്തവണ നേരത്തെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള നീക്കമാണോ ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അന്തിമമായ തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡാണ്. പാർട്ടി സെൻട്രൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രൊപ്പോസൽസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഞങ്ങൾ ശരിയായ നിലയിൽ പരിശോധിച്ചിട്ട് ഒരു പ്രൊപ്പോസൽ കൊടുക്കുകയാണ്. അവർ സർവേയും കാര്യങ്ങളും വിജയസാധ്യതയൊക്കെ പരിഗണിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവിടുന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടണമെന്നില്ല. ഒരു മണ്ഡലത്തിലും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു മണ്ഡലത്തിലും ഞങ്ങളുടെ പ്രപ്പോസൽ തന്നെ അംഗീകരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുമില്ല. അവര് വിജയസാധ്യത, മണ്ഡലത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം, രാഷ്ട്രീയ ഘടന, കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ വോട്ടുകൾ, വ്യക്തിപരമായിട്ടുള്ള മേന്മ, ഇതെല്ലാം നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം. സ്ഥാനാർത്ഥി നിർണയം 100% പാർലമെന്ററി ബോർഡിന്റെ കയ്യിലാണ്. ഞങ്ങൾക്കതിൽ യാതൊരു എനിക്കത് പറയുന്നതിന് ഒരു കുറച്ചിലുമില്ല. ഞാൻ BJP സംസ്ഥാന പ്രസിഡന്റാണ്. സ്ഥാനാർത്ഥികളൊക്കെ ഞാൻ തീരുമാനിക്കും. ഒരു അടിസ്ഥാനവുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനവും അവർ ശരിയായി പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഏത് മണ്ഡലത്തിലായാലും, ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേരുകളെ കുറിച്ചാണെങ്കിൽ പോലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൽ കൃത്യമായിട്ടുള്ള വിശകലനമുണ്ട്, വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രഖ്യാപിക്കുള്ളൂ. തൃശ്ശൂരിൽ മാത്രമാണ് സ്ഥാനാർത്ഥി ഏതാണ്ട് ഉറപ്പായത്. ഒരു മണ്ഡലത്തിനെ സംബന്ധിച്ചും ഞങ്ങളുടെ പ്രപ്പോസല് ഞങ്ങൾ പറഞ്ഞു വന്നതൊഴിച്ചാൽ അവർ തീരുമാനിക്കുന്നതാണ് അന്തിമമായ തീരുമാനം. ഞങ്ങളെല്ലാ മണ്ഡലത്തിനും പ്രപ്പോസൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിനർത്ഥം ഞങ്ങൾ ഒരു ജോലി ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഞങ്ങൾ ഞങ്ങളുടെ വിലയിരുത്തൽ, ഞങ്ങളുടെ പഠനം, ഞങ്ങളെ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ആളുകളുടെ പേരുകൾ, ഇതെല്ലാം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഞങ്ങൾ 20 മണ്ഡലത്തിനും 3 പേര് വെച്ചിട്ട് 60 പേരുടെ പട്ടിക ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ആ പട്ടിക ഞങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കും. കേന്ദ്രം ഞങ്ങളെ വിളിക്കും അതിനുവേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോ ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമൊക്കെ ആയിട്ട് ഞങ്ങളെ വിളിപ്പിക്കും. ആ വിളിപ്പിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ പട്ടികയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നത്. അവർക്ക് അതിനേക്കാൾ കൂടുതൽ അറിയും. BJP എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെയോ CPM പോലെയോ ഒന്നുമല്ല. സെൻട്രൽ പാർട്ടിക്ക് എല്ലാം അറിയാം. അവര് വിശദമായിട്ട് ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ചും മണ്ഡലങ്ങളെക്കുറിച്ചും അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠനത്തിന്റെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാവുക. അപ്പം തൃശ്ശൂരിനപ്പുറത്തേക്ക് വിജയ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 60 നാൾക്കപ്പുറത്താണ്. അങ്ങനെയെങ്കിൽ ഇനി എന്തൊക്കെ പരിപാടികളാണ് BJP ആസൂത്രണം ചെയ്തത്? ഞങ്ങൾ ഔട്ട്റീച്ചിന് വേണ്ടിയുള്ള വ്യാപകമായിട്ടുള്ള ശ്രമങ്ങളാണ്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ മാസ് ഔട്ട്റീച്ചിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഇന്നേ വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നടത്താത്ത തരത്തിലുള്ള ഒരു വലിയ പദയാത്ര ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മിനിമം 25,000 പേർ പങ്കെടുക്കുന്ന ഒരു പദയാത്രയും ഇന്നേ വരെ കേരളത്തിൽ ഒരു പാർട്ടിയും നടത്തിയിട്ടില്ല. ഞങ്ങൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 1,00,000 പദയാത്രികർ അണിനിരക്കുന്ന കേരള പദയാത്രയാണ് NDAയുടെ. അത് 27-ാം തീയതി ആരംഭിക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. ആ പദയാത്രയിൽ കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി ആളുകൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ആ പദയാത്രയിൽ അണിനിരക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മന്ത്രിമാരെയും, പ്രധാനപ്പെട്ട മന്ത്രിമാരെയും
കേന്ദ്ര നേതാക്കളെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലെ തിരക്കുകളൊക്കെ നോക്കിയിട്ട് അവർ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ നിശ്ചയിച്ച് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല പരിശ്രമം നടത്തുകയാണ്. ബൂത്ത് തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു. കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള ശക്തിയേക്കാൾ CPM-ന്റെ സംഘടനാപരമായിട്ടുള്ള ശക്തിയേക്കാൾ നല്ല രീതിയിൽ സംഘടനാ ശക്തിയെ വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ CMRL മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിനെതിരെയുള്ള ROC റിപ്പോർട്ട് പുറത്തുവന്നു. അതിൽ അന്വേഷണം CBI, ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാത്തതിന് കാരണം BJP-യും അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ആരോപണമുയർന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തവരാണ് ഈ പറയുന്നത്. പ്രധാനമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രി കൈ കൊടുക്കുന്നതൊക്കെ ഒരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഇന്നലെ ചെന്നൈയിൽ നിങ്ങൾ കണ്ടല്ലോ, സ്റ്റാലിനും പിന്നെ പിണറായി വിജയനും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവിടെ പെരുമാറുന്നത്. നേരത്തെ ചന്ദ്രശേഖർ റാവുവിന്റെ കാര്യത്തിലും ശക്തമായ അഭിപ്രായ വ്യത്യാസം നിൽക്കുമ്പോഴും പ്രധാനമന്ത്രി എല്ലാവരെയും തൊഴാറുണ്ട്. മമതാ ബാനർജി ബംഗാളിൽ പ്രധാനമന്ത്രിക്കെതിരെ ഏറ്റവും മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചപ്പോഴും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാനമന്ത്രി അവരെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു നാടിന്റെ ആകെ പ്രതിനിധി എന്നുള്ള നിലയിൽ അവരോട് കാണിച്ച ബഹുമാനവും സ്നേഹവും നമ്മളെല്ലാം കണ്ടതാണ്. പിണറായി വിജയനോട് കൈകൂപ്പുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അജണ്ടയാണെന്ന് ഈ VD സതീശൻ ഒരു കാര്യം ആലോചിക്കണം. ഈ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കിയത് കോൺഗ്രസ് ആണ്. SNC ലാവ്ലിൻ കേസ് ഒരു ചർച്ച പോലും ഇല്ലാതെ, ഒരു ട്രയൽ പോലും ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ കാലത്താണ്. ഇതിപ്പോ ഈ ഒരു മാസപ്പടി വിവാദത്തിൽ കേന്ദ്രമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കോൺഗ്രസുകാർ ഇത് ഒതുക്കിയതാണ്. മാസപ്പടി വിവാദം നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ഗൂഢാലോചന നടത്തിയ ആളാണ് VD സതീശൻ. ഒരു ചർച്ചയും ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളാണ്. VD സതീശൻ എണീറ്റ് പോയപ്പോഴാണ് മാത്യു കുഴൽനാടൻ അവിടുന്ന് സംസാരിച്ചത്. അതുകൊണ്ട് ഇത് മാത്യു കുഴൽനാടനോ കോൺഗ്രസ് ഒന്നുമല്ല, ഇത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്രത്തിന്റെ ഏജൻസികളാണ് ശരിയായ നിലയിൽ അന്വേഷിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നവരല്ല. ഇവിടെ ഒരു തരത്തിലുള്ള ചർച്ചകളുമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ശരിയായ നിലപാട് മാത്രമേ സ്വീകരിക്കുള്ളൂ. പിണറായി വിജയനല്ല ആരായാലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് സ്വർണ്ണക്കടത്ത് ആരോപണം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. കേന്ദ്ര ഏജൻസികൾ ROC, പിന്നീട് ഒരുപക്ഷെ ED-യും CBI-യും വരുമായിരിക്കാം. ഇങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാകില്ലേ? എന്താണ് സംശയിക്കാനുള്ളത്? ഇതിപ്പോ ആരെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്? സ്വർണം പിടിച്ചത് തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ വരുന്നതെന്ന് വെച്ചിട്ടല്ലല്ലോ. സ്വർണം പിടിക്കാൻ കസ്റ്റംസ് കുറെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കൊല്ലം മുമ്പ് പിടിച്ചു വന്നാൽ പിന്നെ അത് വലിയ ചർച്ച അങ്ങനെയില്ല. ROC റിപ്പോർട്ട് വന്നത് ഏപ്രിൽ മെയ്യിൽ ഇലക്ഷൻ നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റേതായിട്ടുള്ള സമയക്രമമുണ്ട്. ഒരാൾ ഇൻകം ടാക്സ് വെട്ടിച്ച് ഒരു കള്ള റിപ്പോർട്ട് അത് നൽകിയ കഴിഞ്ഞാൽ അതിനൊരു അപ്പീൽ സ്വഭാവമുണ്ട്. അതൊരു ജുഡീഷ്യൽ ഒരു സെമി ജുഡീഷ്യൽ സ്ഥാപനം പോലെയാണ്. അവര് ആവശ്യമായിട്ടുള്ള രേഖകൾ ചോദിക്കും. എക്സാലോജിക്ക് ഒരു രേഖയും കൊടുത്തില്ല. KSIDC-യുടെ ഒരു രേഖയും കിട്ടിയില്ല. വീണ തന്നെ ഒരു മര്യാദയ്ക്കുള്ള ഇതെന്താണ് സർവീസ് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകി. ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, ഇത് പിണറായി വിജയനെതിരെ മാത്രമുള്ള ഒരു കേസാണ് എന്ന് കോൺഗ്രസുകാർ കരുതരുത്. പിണറായി വിജയനും മകളും വാങ്ങിയ പോലെ തന്നെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് ഞാൻ വിടാം, അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട്. പക്ഷേ ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അവരൊക്കെ ഈ തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് ശരിയായത് അന്വേഷിക്കും. കേന്ദ്ര സർക്കാരിന് അതിന്റേതായിട്ടുള്ള പ്രോസസ്സുണ്ട്. അതല്ലാതെ ഇവിടുത്തെ പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല അവർ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ശരിയായ നിലപാടുണ്ട്. BJP-യെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷിക്കണം. ഈ കേസ് അന്വേഷിച്ചാലേ UDF LDF ഇന്ത്യ മുന്നണിയുടെ ശരിയായ മുഖം ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിന് പിന്നാലെ ഉണ്ട്. ഈ അയോധ്യയിലെ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങ് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് BJP എന്ന ആക്ഷേപമാണ് പരക്കെയുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ കക്ഷികളൊക്കെ വിട്ടു നിൽക്കുന്നത് എന്നാണ് വിശദീകരണം. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലല്ലോ. സുകുമാരൻ നായർ സാർ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണോ? ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി V. ദിനകരൻ സാറ് കോൺഗ്രസിന്റെ MLA ആയിരുന്നു അമ്പലപ്പുഴയിൽ, അറിയോ? അദ്ദേഹം 2 ടേം MLA ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ടോ? വിശ്വകർമ്മ സമുദായ നേതാക്കൾക്ക് രാഷ്ട്രീയം നോക്കിയിട്ടാണോ? പുലയമാ സഭയുടെ നേതാക്കന്മാർ രാഷ്ട്രീയം നോക്കിയിട്ടാണോ? പൊളിറ്റിക്സിന് അപ്പുറത്ത് ഇതിന് ആളുകൾ അത് സ്വീകരിച്ചു. ചിത്ര രാഷ്ട്രീയക്കാരിയാണോ? മോഹൻലാൽ രാഷ്ട്രീയക്കാരനാണോ?
ദിലീപ് രാഷ്ട്രീയക്കാരനാണോ? ചലച്ചിത്ര മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുമുള്ള കേരളത്തിന്റെ പൊതുമനസാക്ഷിയാകെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്തുണയാണ്. അപ്പൊ അതിനർത്ഥം ഇത് പൊളിറ്റിക്സ് അല്ല. ഇതിനകത്ത് ഒരു BJP ഇടപെടലുമില്ല. അയോധ്യയിലെ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റാണ് ഇതിന്റെ ചടങ്ങ് നടത്തുന്നത്. രാഷ്ട്രീയം നോക്കിയിട്ടാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുവോ? സോണിയാഗാന്ധിയെ ക്ഷണിക്കുവോ? എന്തിന് സീതാറാം യെച്ചൂരിയെ വീട്ടിൽ പോയി ക്ഷണിക്കുവോ? എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ പോകാത്തത് ഞങ്ങളെ കുറ്റമല്ല. ഞങ്ങള് വിശ്വാസികളാണ്. ഈ നാട്ടിൽ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനായിട്ട് ഞങ്ങൾ കാണുന്നതാണ്. ഈ നാട് അങ്ങനെയാണ് കാണുന്നത്. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തിട്ടും കേരളത്തിൽ നിങ്ങൾ 22-ാം തീയതി നോക്കിക്കോളൂ. കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാണപ്രതിഷ്ഠ കാണാൻ ഭക്തജനങ്ങളുണ്ടാവും. അവിടെ ഭജനകളുണ്ടാവും. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലും അന്ന് ദീപം ജ്വലിക്കും. സംശയം ഞങ്ങൾക്കില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദീപക്കാഴ്ചയായിരിക്കും 22-ാം തീയതി ഉണ്ടാവുക എന്നുള്ള കാര്യം കോൺഗ്രസുകാരും CPM-കാരും അത് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ശ്രീരാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിലും ഒരുപോലെ വിജയപ്രതീക്ഷയുണ്ടെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നത്. ഒപ്പം എക്സാലോജിക്ക് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയായിരിക്കും BJPക്ക് ഉണ്ടാവുക എന്നും പറഞ്ഞു വെക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.